വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. അനാശാസ്യ കേസിലെ പ്രതിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉമേഷിനെതിരെ പരാമർശമുണ്ടായിരുന്നു. എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഗൗരവമുള്ള ഒരു ആരോപണമായിരുന്നു ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം വടക്കാഞ്ചേരി സിഐ ആയിരുന്നപ്പോൾ അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച ശേഷം കേസെടുക്കാതെ വിട്ടയച്ചു എന്നാണ് ആരോപണം ഉയർന്നത്. ഒപ്പം കൈക്കൂലി വാങ്ങി കേസ് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരിയിലെ സിഐ SHO ആയ ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. 2015 കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അന്ന് ഉമേഷ് വടക്കാഞ്ചേരിയിലെ സിഐയും ബിനു തോമസ് അവിടുത്തെ SIയുമായിരുന്നു. അന്ന് ഈ യുവതിയെ അനാശാസ്യ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കേസെടുക്കാതെ വിട്ടയക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ യുവതിയെ അന്ന് സിഐ ആയിരുന്ന ഉമേഷ് പീഡിപ്പിച്ചു എന്നാണ് ബിനു തോമസ് പറയുന്നത്. പിന്നീട് താനും ഈ സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് ഈ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഉമേഷ് തന്നെ പലവട്ടം തന്നോട് മോശമായി പെരുമാറി എന്നടക്കമുള്ള പരാമർശങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ കുറിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചു. ഈ ആരോപണ വിധേയ അല്ലെങ്കിൽ ഈ അറസ്റ്റിലായി എന്ന ബിനു തോമസ് പരാമർശിച്ചിരുന്ന യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം ഉമേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് സ്ത്രീ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി, പാലക്കാട് ജില്ലാ പോലീസ് മേധാവി DGPക്ക് റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്തായാലും നേരത്തെ മെഡിക്കൽ കോളേജ് ACP, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന അദ്ദേഹത്തിന് അടുത്ത കാലത്താണ് വടകര DYSP സ്ഥാനമാറ്റം ലഭിക്കുകയും ചെയ്ത്. ഇതിന് പിന്നാലെ അദ്ദേഹം ഇന്നലെ മുതൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന കുറ്റമാണ്. അതായത് ഒരു പോലീസുകാരന്റെ പദവി, പോലീസ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യം നടത്തി, നിയമവിരുദ്ധ അധാർമിക നടപടികൾ ഉമേഷ് നടത്തിയെന്നും ആരോപണമുണ്ട്. എന്തായാലും ഈ യുവതിയുടെ മൊഴിയുടെയും ആത്മഹത്യാക്കുറിപ്പിന്റെയും അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ശരി. അനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.